ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് പാത്രം വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാം. കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചൂടാവാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്. വൈഫിന് ഡെലിവറി ചെയ്യാനിരിക്കണുണ്ട്. ഇപ്പം ഞാൻ ഇടക്കിടക്ക് ഇതേപോലെ ഓരോരോ പരിപാടികൾ ചെയ്യും. അങ്ങനെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്കടുത്ത് എന്താണെന്ന് ഇതാ. നമ്മൾ കുറച്ച് കടുകിടാം. കടുക് കുറച്ച് മതി. കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതാണെങ്കിൽ ക്യാബേജ് ഉണ്ട്, സവാളയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, വേപ്പിലയുണ്ട്, പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് ചട്ടിയിലായിട്ടിടാം. അതിട്ട് ഇളക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പുറത്തൊക്കെ പോകും. അങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാത്രത്തിലാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതാകുമ്പോൾ പാത്രം ചെറുതാണെങ്കിൽ നമുക്ക് ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടി കുറച്ചൊന്ന് ഇളക്കി വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ എല്ലാവരും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ സാധനം കരി പിടിക്കും. അതിലൊക്കെ പിടിച്ചാൽ അവനൊരു ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എല്ലാത്തിലേക്കൊന്ന് ഇളക്കി വെക്കാം. കുറച്ചൊന്നുകൂടി ഹീറ്റ് ആവട്ടെ. നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. പതുക്കെ ഇളക്കില്ലെങ്കിൽ എല്ലാം കൂടി പുറത്തെത്തും. അപ്പം അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് എല്ലാം കൂടി മിക്സ് ചെയ്യണത്. ചട്ടിക്ക് ചൂടുണ്ട്, അത് വേറെ. അപ്പം നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം വന്ന് നോക്കാം കണ്ടീഷൻ എന്തൊക്കെയാണെന്ന്. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടോ. കുഴപ്പമില്ല,
വിചാരിച്ച പോലെ ആയിട്ടെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം. കുറച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇരിക്കട്ടെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി റെഡി ആയിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കുറച്ച് നേരം മുമ്പ് വെച്ചത്. സംഭവം കൊള്ളാം. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പം ഞാനങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ.